ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവിന്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഷണ്ണനെ കുറിച്ചും ഫിലിപ്പിനെ കുറിച്ചും ചില ആത്മീക സത്യങ്ങൾ ഗ്രഹിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഷണ്ണന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. അവന്റെ കുറവുകൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഷണ്ണൻ എന്ന് വിളിച്ചു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. എന്നാൽ ഷണ്ണനെ സംബന്ധിച്ച് ചില ആത്മീക പാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട ഒരു കാര്യവും വൃഥാവല്ല. ഒരു കാര്യവും വൃഥാവല്ല. എല്ലാറ്റിനകത്തും നമുക്ക് ചില സന്ദേശങ്ങളെ വലിയവനായ കർത്താവ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവവചന ധ്യാന പഠനം നമ്മളെ എപ്പോഴും ഒത്തിരി ശാക്തീകരിക്കുന്നതും നമ്മളെ ധൈര്യപ്പെടുത്തുന്നതും ശക്തീകരിക്കുന്നതുമാണ്. ഷണ്ണനെ സംബന്ധിച്ച് 7 കാര്യങ്ങൾ നമുക്കിന്ന് ചിന്തിക്കാം. 28-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. യാത്ര പോകുമ്പോൾ അവന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ഏതെങ്കിലും പുസ്തകമല്ല, കഥാപുസ്തകങ്ങളല്ല. അവൻ യെരൂശലേമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആ പുസ്തകം ഒരുപക്ഷെ അവൻ സ്വന്തമാക്കിയതാകാം. എങ്ങനെയായാലും അവന്റെ കയ്യിൽ തിരുവെഴുത്തുണ്ട്, വചനമുണ്ട്. അവന്റെ കയ്യിലെ പുസ്തകം ദൈവവചനം യാത്രയിൽ കരുതിയ ഷണ്ണൻ. എന്താണ് ഷണ്ണന്റെ പ്രത്യേകത? അവൻ യാത്ര പോയപ്പോൾ അവൻ ദൈവത്തിന്റെ വചനം കയ്യിൽ കരുതി. നമ്മളൊക്കെ നമ്മുടെ മക്കൾ, നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, നമ്മളൊക്കെ നമ്മുടെ മക്കൾ വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മൾ പിള്ളേർക്ക് അവർ വായിച്ചാലും വായിച്ചില്ലെങ്കിലും നമ്മളൊരു പുസ്തകം കൊടുത്തുവിടുക എന്നുള്ളത് നമ്മുടെ മനസ്സിനൊരു സമാധാനമാണ്. വേദപുസ്തകം ധാരാളമായി നമ്മൾ ഉപയോഗിക്കുകയും വായിക്കുകയും ചെയ്യണം. അത് സിമ്പിട്ട് സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല. ദൈവവചനം വായിക്കണം. അതിൻ്റെ ഉൾപ്പിരിവുകളെ തിരിച്ചു തരാൻ ദൈവം ആരെങ്കിലും നിയോഗിക്കും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് സ്വയം പറഞ്ഞു തരും. കണ്ണിന് പ്രശ്നമില്ലെങ്കിലും മൊബൈൽ തോണ്ടാനായിട്ട് കണ്ണിന് പ്രശ്നം ഉണ്ടെന്ന് പറയരുത്. അത് നമ്മുടെ കണ്ണിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ അവനവന്റെ യുക്തിയും അവനവന്റെ സമർപ്പണമാണ്. വലിയ എഴുത്തുള്ള പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടും, പക്ഷെ വേദപുസ്തകം ഉപയോഗിച്ച് പഠിക്കണം. വേദപുസ്തകത്തിൽ നിൽക്കാൻ ശ്രമിക്കണം. ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വേദപുസ്തകം, ദൈവവചനം, അത് നമ്മൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവവചനം ധ്യാനിക്കണം, ദൈവവചനം വായിക്കണം. അത് നമ്മുടെ യാത്രയിൽ ദൈവവചന പ്രതി അല്ലെങ്കിൽ ദൈവവചനത്തിനോടനുബന്ധിച്ച ഏതെങ്കിലും കാര്യങ്ങൾ ഒക്കെ നമ്മൾ കയ്യിൽ കരുതും. നമ്മുടെ യാത്രയിൽ ഒരു സഹയാത്രികത്വം നമുക്ക് ലഭ്യമാക്കി തീർക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുവെഴുത്ത് ധ്യാനിക്കുവാൻ തിരുവെഴുത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മുടെ കയ്യിൽ ദൈവവചനം കരുതണം. ഷണ്ണൻ എന്ത് ചെയ്തു? അവന്റെ യാത്രയിൽ അവൻ ദൈവവചനം കയ്യിൽ കരുതി. രണ്ടാമത്തെ കാര്യം, അവന്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമായിരുന്നു. വായിക്കാൻ മാത്രമല്ല, വായിക്കുന്ന കാര്യം മനസ്സിലാക്കാനുള്ള ആഗ്രഹം. നമുക്ക് വീട്ടിൽ വേറെ ജോലി ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ക്ലാസ്സിൽ വന്നത്. എല്ലാ പണികളും നേരത്തെ അടക്കി ഒതുക്കി റെഡിയാക്കി കുളിച്ച് റെഡിയായതിനു ശേഷമാണ് നമ്മൾ പലരും ഇതിനകത്തേക്ക് ഇപ്പോൾ 8 മണിയായപ്പോൾ നമ്മൾ കടന്നു വന്നത്. നമുക്ക് വേറെ കാര്യങ്ങളില്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം, എനിക്ക് ഏതെങ്കിലും വിധത്തിൽ ദൈവവചനം ഗ്രഹിക്കണം. അപ്പൊ വായിക്കുമ്പോൾ
ദൈവവചനം വഹിക്കുന്നവന്റെ, ദൈവവചനം ചുമക്കുന്നവന്റെ ഉള്ളിൽ ഒരു വലിയ താല്പര്യം ഉണ്ടാകണം. എനിക്കിത് വായിക്കണം, എനിക്കിത് ഗ്രഹിക്കണം എന്നുള്ളത്. ഷണ്ണനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം കയ്യിൽ പിടിക്കുക മാത്രമല്ല, കയ്യിൽ കരുതിയ ചുരുളുകൾ വായിക്കാനും മനസ്സിലാക്കാനും അവൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ചിലതെല്ലാം വായിക്കുമ്പോൾ മനസ്സിലാകില്ല, പക്ഷെ എന്തു ചെയ്യാനാ, ആരോടും ചോദിക്കാനായിട്ടില്ല. പക്ഷെ അവന്റെ ഉള്ളിലൊരു തുടിപ്പുണ്ട്, അത് മനസ്സിലാക്കാനായിട്ട്, അത് ഗ്രഹിപ്പാനായിട്ട്. ദൈവവചനം വായിച്ച് ഗ്രഹിക്കാനുള്ള ആഗ്രഹം ഷണ്ണനുണ്ടായിരുന്നു. നമ്മുടെ യാത്രയിലും നമ്മളുടെ ദൈനംദിന ജീവിതത്തിലും ദൈവവചനം വായിച്ച് ധ്യാനിക്കാനുള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു. അതിന് ഇന്ന സമയം എന്നൊന്നുമില്ല. രാത്രിയിലെ വായിക്കാവൂ എന്നില്ല, കാലത്തെ വായിക്കാവുന്നില്ല. സമയം കിട്ടുമ്പോഴൊക്കെ അത് വായിക്കുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. വായിച്ച് ധ്യാനിക്കുന്നത് അതിനേക്കാളേറെ അനുഗ്രഹമാണ്. വായിക്കുന്നത് അനുഗ്രഹമാണ്, വായിച്ച് കേൾപ്പിക്കുന്നത് അനുഗ്രഹമാണ്, വായിച്ച് ധ്യാനിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. ആകയാൽ ദൈവമക്കളെ, ദൈവവചനം വായിക്കാനുള്ള ആഗ്രഹം പോലെ തന്നെ ദൈവവചനം വായിച്ച് ഗ്രഹിക്കാനും ആഗ്രഹമുണ്ടാകണം. ആഗ്രഹത്തോടെ വായിച്ചെങ്കിലേ നമുക്ക് ഉറക്കം വരാതിരിക്കുള്ളൂ. ആഗ്രഹമില്ലാതെ വായിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഉറക്കം തൂങ്ങിപ്പോകും. ഈ ഇരിക്കുന്നവരിൽ ചിലരുണ്ട്, വേദപുസ്തകം കാണുമ്പോഴത്തേക്ക് ഉറങ്ങിപ്പോണവരുണ്ട്. വായിക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വളരെ വളരെ അറ്റൻഷനായിട്ട് എന്തായാലും ഇന്ന് ഉറങ്ങില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദപുസ്തകം എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് കാണാം. പിന്നെ തുറക്കുന്നത് വേദപുസ്തകം അല്ല, വാ തുറന്നിരിക്കും. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാലോ, ആ കാര്യത്തോടുള്ള നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹമാണ് നമ്മളെ അതിൽ ഉത്സാഹമുള്ളവരാക്കി തീർക്കുന്നത്. ഷണ്ണനെ കണ്ടുപഠിച്ചോ. ഷണ്ണന്റെ കയ്യിൽ ഒരു പുസ്തകവും അത് ഗ്രഹിപ്പാനുള്ള ആഗ്രഹവും വായിക്കാനുള്ള ആഗ്രഹവും ഷണ്ണന്റെ ഹൃദയത്തിലുണ്ടായി. മൂന്നാമത്തെ കാര്യം, അവന്റെ ഹൃദയ ദൃഷ്ടിയിൽ ഒരു വിഷയമുണ്ടായിരുന്നു. അവന്റെ ഹൃദയ ദൃഷ്ടിയിൽ ഒരു വിഷയമുണ്ട്. എന്താണ് ആ വിഷയം? അപ്പോ ഒന്നാമത്തതിന്റെ വാക്യം ഇതാണ്, 8:28. രണ്ടാമത്തേത് അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, 8:31 മുതൽ 35 വരെ. ഞാൻ റഫറൻസ് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു. 8:31 മുതൽ 35 വരെ. മൂന്നാമത്തേത് അവന്റെ ഹൃദയ ദൃഷ്ടിയിൽ ഉള്ള ഒരു വിഷയം, 8:36 വാക്യം. ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. അവർ ഇങ്ങനെ വഴിപോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. 35 വാക്യം കൂടി. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. 35 വാക്യമാണ് കേട്ടോ. 35. എന്താണ് അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന വിഷയം? യേശു. അവന്റെ ഹൃദയത്തിൽ അവന് മനസ്സിലാകാൻ കഴിയാതെ പോയത് എന്താണ്? 32 വാക്യത്തിലാണ് അത് കിടക്കുന്നത്. അറുപ്പാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിലെ കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഈ അവനെന്ന് പറയുന്ന കക്ഷി ആരാണെന്നുള്ളതാണ് അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ചോദ്യം. ആരാണ് അവൻ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവൻ ആരാണെന്ന് സൂക്ഷിച്ചു നോക്കിയാലേ മനസ്സിലാവൂ. അതിന്റെ റഫറൻസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞതാണ്, യെശയ്യാ 53:7-8. അപ്പോ അവൻ എന്ന് പറയുന്നത് ആരാണ്? അവന്റെ ഉള്ളിലെ ചോദ്യം അതായിരുന്നു. ആരാണ് അവൻ? അവൻ അന്വേഷിച്ചത് ആരെയാണ്? ഇവിടെ പറയുന്ന ആ അവനെയാണ് അന്വേഷിച്ചത്. ഫിലിപ്പോസ് വണ്ടിയിൽ രഥത്തിൽ കയറിയിരുന്ന് ഫിലിപ്പോസ് പറഞ്ഞു തുടങ്ങിയത് അവൻ ആരാണെന്നാണ്. ഇവിടെ ഫിലിപ്പോസിന്റെ ഉള്ളിൽ യേശുവിനെ കുറിച്ച് പറയാനുള്ള ആ വലിയ വാഞ്ച ഷണ്ണന്റെ ഉള്ളിൽ
ആ യേശുവിനെ കുറിച്ച് കേൾക്കാനുള്ള, അല്ലെങ്കിൽ അവൻ എന്ന് പറയുന്നത് ആരാണെന്നുള്ളതിനെ കുറിച്ച് അറിയാനുള്ള വാഞ്ച, ഇത് രണ്ടും കൂടി ആയപ്പോൾ സീറ്റിംഗ് കറക്റ്റായി. എപ്പോഴും ഒരു കാര്യം ഗ്രഹിക്കണമെങ്കിൽ പറയുന്നവനെ കുറിച്ച് കേൾക്കുന്നവനും കേൾക്കുന്നവന് അത് ഉൾക്കൊള്ളാനുള്ള ആഗ്രഹവും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. എന്നാൽ ചില സ്പെഷ്യൽ കേസുകളിലൊക്കെ അവൻ എങ്ങനെയായിരുന്നാലും ദൈവം ചില കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്യും. അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങൾക്ക് അകത്ത് കടന്നു എന്ന് പ്രവർത്തിക്കുമ്പോൾ ശുദ്ധ ആദിവാസികൾ, അവർക്ക് ദൈവത്തെ കുറിച്ച് അറിയാൻ പാടില്ല, യേശുവിനെ കുറിച്ച് അവർ കേട്ടിട്ടില്ല, ഒന്നും അറിയില്ല. നമ്മൾ ചെന്ന് പറയാൻ തുടങ്ങുമ്പോൾ ആകാംക്ഷയോടെ വന്നിരുന്ന് കേൾക്കും, ആകാംക്ഷയോടെ വന്നിരുന്ന് കേൾക്കും. അവരുടെ ഹൃദയത്തിലെ ആ വാഞ്ചയാണ് നമ്മൾ പറയുന്ന വാക്കുകളെ അവരുടെ ഹൃദയത്തിൽ അത് കിളിർക്കാൻ കാരണമാക്കി തീർക്കുന്നത്. നമുക്ക് എത്ര വചനം കേട്ടാലുണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ ഒരു വചനവും കിളിർക്കുകയല്ല. കിളിർക്കാൻ പലപ്പോഴും അതിന് ഇടമില്ല നമ്മുടെ ഉള്ളിൽ. കാരണം നമ്മൾ അതിന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ നമ്മളുടെ ഉള്ളിൽ ഒരു വിധിയെഴുത്തുണ്ട്. ചാക്കോച്ചനാണ്, നോക്കിയിട്ട് കാര്യമില്ല, അത് പുള്ളി എന്നാ പറയണെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു മുൻവിധി നമുക്കുണ്ട്. വലിയ വലിയ പിന്നെ ശ്രേഷ്ഠദാസന്മാരുടെ വാക്കുകൾ കേൾക്കാനാണ് നമുക്ക് പലപ്പോഴും ഇഷ്ടം. എന്നാൽ കർത്താവിന്റെ വിനയാന്വിതരായ ദാസന്മാരെ ശ്രദ്ധിച്ചാൽ അവരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ധാരാളമായി നമ്മളോട് സംസാരിക്കും. പറയുന്ന ആളുടെ മഹത്വത്തെക്കാൾ പറയുന്ന ആളിൽ യേശുക്രിസ്തുവിനെ കണ്ടാൽ പറയുന്ന വാക്കുകൾ യേശു പറയുന്നതാണ്. ഞാൻ ഒന്നുകൂടി പറയാം, സെന്റൻസ് പറയുന്ന വ്യക്തിയല്ല, പറയുന്ന വ്യക്തിയിൽ യേശുവിനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചാൽ അതിൽ നിന്ന് വരുന്നതെല്ലാം കർത്താവ് പറയുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ എന്നെ കാണുമ്പോൾ എന്നെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണും. എന്നെ നിങ്ങൾ ഹൃദയത്തിൽ അങ്ങനെ എന്റെ ക്ലാസ് എന്നിൽ നിന്ന് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഇന്ന് രാത്രി സാറിലൂടെ ദൈവാത്മാവ് എന്നോട് സംസാരിക്കും. അവൻ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കും. ഇത് വേറൊരു ലെവലാണ്. ആ ലെവലോടെ ഇരുന്നെങ്കിൽ മാത്രമേ ദൈവാത്മാവിന്റെ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കൂ. ദൈവമക്കളെ, നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, അവന്റെ ഹൃദയ ദൃഷ്ടി ഒരു വിഷയത്തിൽ കേന്ദ്രീകൃതമായിരുന്നു. അത് അവനെ എന്ത് ചെയ്തെന്നറിയാമോ? അവനെ മാനസാന്തരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഹൃദയത്തിൽ വചനം കേൾക്കാനുള്ള ആഗ്രഹം അവനെ മാനസാന്തരത്തിലേക്ക് നടത്തി. ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? ആരെങ്കിലും പറയാതെ എങ്ങനെ അവൻ കേൾക്കും? ഒരിക്കൽ ഒരു സുവിശേഷകൻ ആയിട്ടുള്ള ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉദ്യോഗസ്ഥന്റെ സാക്ഷ്യം ഞാൻ കേട്ടു. അവരുടെ ഓഫീസില് ഒരു മുറിയിൽ അവരെല്ലാവരും ഒരുമിച്ച് അങ്ങും ഇങ്ങും തിരിഞ്ഞിരുന്ന് അവർ ജോലി ചെയ്യുകയാണ്. അങ്ങനെ ജോലി ചെയ്തു വരവേ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ നേരെ മുൻപിലിരുന്ന ഹൈന്ദവ വിഭാഗത്തിലുള്ളതായ ഒരു മനുഷ്യൻ, അവൻ വലിയ സങ്കടത്തിലാണെന്ന് ഇവനറിയാം, വലിയ ബാധ്യതയ്ക്കകത്താണെന്നറിയാം, വീട്ടിലെ കാര്യങ്ങളൊക്കെ അവൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ക്രിസ്ത്യാനിയായ സുവിശേഷകനായ ഇദ്ദേഹം അവൻ ഹിന്ദു ആണല്ലോ എന്ന് കരുതി യേശുവിനെ കുറിച്ച് മാത്രം പറഞ്ഞില്ല, ബാക്കി എല്ലാ ഫിലോസഫിയും പറഞ്ഞു. മരിച്ചു കഴിഞ്ഞ് കൂട്ടുകാരന്റെ ശവസംസ്കാരം കഴിഞ്ഞ് അവൻ വൈകുന്നേരം ഒരു ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ചാട്ടുളി പോലെ ഒരു ചോദ്യം വന്നു വീണു. പ്രസംഗിച്ച കർത്താവിന്റെ ദാസനിലൂടെ ഒരു സന്ദേശം അവന്റെ ഉള്ളിൽ വീണു. നിന്റെ കണ്ണിന്റെ മുൻപിൽ എത്രയോ ആത്മാക്കളെ നിനക്ക് കർത്താവ് കൊണ്ടു തന്നു, എന്നിട്ട് ഒരു വാക്ക്
സമാധാനം തരുന്ന, സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ട്. നിന്റെ പ്രശ്നത്തിന് പരിഹാരകനായ ഒരു കർത്താവുണ്ടെന്ന് ഒരു വാക്ക് പറയാതെ പോയാൽ ആ ആത്മാവിന്റെ കണക്ക് നിന്നോട് ചോദിക്കും. ഇത് കേട്ടതോടെ ആ മനുഷ്യന്റെ ഉള്ളിൽ എരിവിരിയായി. എന്തു ചെയ്യാനാ? അവന് മനസ്സിലായി, നാളുകൾ എൻ്റെ മുൻപിലിരുന്ന ആ എൻ്റെ സഹപ്രവർത്തകനോട് അവന്റെ മുഖം വാടിയിട്ടും അവന്റെ ഹൃദയത്തിൽ കരിവാളിപ്പ് വീണിട്ടും അവന്റെ മനസ്സിൽ കനം തൂങ്ങിയിട്ടും ഇവൻ അനുഭവിക്കുന്ന യേശുവിനെ ഒന്ന് പകർന്നു കൊടുക്കാനുള്ള മനസ്സുണ്ടായില്ല. ദൈവമക്കളെ, എൻ്റെ കണ്ണിന്റെ മുൻപിൽ എൻ്റെ ദൈവം തരുന്ന ആത്മാക്കളെ ഞാൻ ദൈവത്തിനായി പ്രയോജനപ്പെടുത്തണം, മറക്കരുത്. ഒത്തിരി എക്സാമ്പിൾ അതിനകത്ത് പറയാൻ കഴിയും. ഒരു കാളി എന്ന് പറയുന്ന ഒരു പുലയ സ്ത്രീ ഒരു വീട്ടുകാരിയായി വീട്ടിലെ പണിക്ക് നിൽക്കുകയാണ്. അവൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവളുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ 15 കൊല്ലം വീട്ടിലെ ജോലിക്ക് നിന്നു. അതിനിടയിൽ ഭർത്താവ് മരിച്ചു, മക്കളൊക്കെ ഓരോരോ വഴിക്ക് പോയി, അവൾ തനിച്ചായി. അവൾ 15 വർഷമായിട്ട് ആ വീട്ടിലെ പണിക്കാരിയാണ്. സമ്പന്നമായ കുടുംബമാണ്. ആ വീടിന്റെ ഉടമസ്ഥന്റെ നേരെ അവൾക്ക് നിൽക്കാൻ പേടിയാണ്. പക്ഷെ ഒരു ദിവസം അവൾ ഒരു ധ്യാനത്തിന് പോയി. അതിന് ആ യജമാനൻ അനുവാദം കൊടുത്ത് ചോദിച്ചപ്പോൾ പോയി വരാൻ പറഞ്ഞു. പോയി വന്നപ്പോ കൈ നിറച്ച് വചനോത്സവവും കയ്യിലൊരു കനമുള്ള വേദപുസ്തകവുമായി ഈ ക്രിസ്തീയ ഭവനത്തിലേക്ക് ഇവൾ കയറി വന്നു. കാളി കയറി വന്നിട്ട് അവൾ അവിടെ നിന്ന് തീരുമാനിച്ചു, ഞാൻ എൻ്റെ യജമാനനോടും യജമാനത്തിയോടും എൻ്റെ ഹൃദയത്തിന് സൗഖ്യം തന്ന യേശുവിനെ കുറിച്ച് ഞാൻ പറയും, എനിക്ക് സമാധാനം തന്ന ഒരു യേശുവിനെ കുറിച്ച് ഞാൻ പറയും. അവൾ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് ശ്വാസം പിടിച്ച് ധൈര്യം പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് രാവിലെ യജമാനന് ചായ കൊണ്ടുവച്ചപ്പോ യജമാനൻ, നീ ഇന്നലെ എവിടെ പോയി ഇത്രയും ദിവസമൊക്കെ? അവൾ നേരെ നിന്ന് കാര്യം പറഞ്ഞു. യജമാനൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ 15 കൊല്ലം നിങ്ങളുടെ വീട്ടിൽ പാർത്തിട്ടു ഇത്രയും നല്ലൊരു യേശുവിനെ കുറിച്ച് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ആ യേശു സകല മനുഷ്യന്റെയും പാപം ക്ഷമിക്കുന്നവനാണ്, സകല മനുഷ്യരുടെയും രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അവകാശം കൊടുത്തു. ആ വാഗ്ദത്തം ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ആ ധ്യാനത്തിന്റെ മധ്യേ യേശുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചു. ഞാൻ ഇന്നൊരു ദൈവ പൈതലാണ്. അവൾ പറഞ്ഞ് അവളുടെ കയ്യിലുണ്ടായിരുന്ന വചനോത്സവം നീട്ടിക്കൊടുത്തു. ആ മനുഷ്യൻ ലജ്ജിച്ച് തല താഴ്ത്തി. 15 കൊല്ലം പുട്ടും കടലയും അപ്പവും ഇറച്ചിയും ഒക്കെ കൊടുത്തു, എല്ലാം കൊടുത്തു. പക്ഷെ ആത്മാവിന് വേണ്ടുന്നത് കൊടുക്കാൻ മറന്നു പോകരുത്. വീട്ടിൽ ജീവിക്കുന്ന ആത്മാക്കളെ കണ്ണിന്റെ മുമ്പിൽ കിട്ടുമ്പോൾ നമ്മുടെ ലാഭത്തിന് വേണ്ടി യേശുവിനെ കുറിച്ച് പറയാതിരിക്കരുത്. ഓക്കെ, ഇവിടെ എന്ത് സംഭവിച്ചു? അവൻ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മാനസാന്തരത്തിലേക്ക് അവനെ കൊണ്ടുവന്നത് യേശുവിനെ കുറിച്ച് കേട്ടപ്പോഴാണ്. 4-ാമത്തെ കാര്യം, അവൻ അറിഞ്ഞ സത്യത്തെ അവൻ ഏറ്റുപറഞ്ഞു. കണ്ണന്റെ ഏറ്റുപറച്ചിൽ. റോമാലേഖനം 10:9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഒരു തടസ്സവുമില്ലാതെ അവൻ യേശുവിനെ ഏറ്റുപറഞ്ഞു. യാതൊരു മടിയുമില്ലാതെ ഏറ്റുപറഞ്ഞു. എന്താണ് 10:9 വാക്യം? പക്ഷെ നിങ്ങൾ ആ വേദഭാഗം എടുക്കണം. വേദഭാഗം എടുത്തിട്ട് നിങ്ങൾ ആ വാക്യം
നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് നല്ലതാണ്. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും, എന്റെ കൂടെ വായിക്കൂ, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വാ കൊണ്ടൊരു ഏറ്റുപറച്ചിൽ, ഹൃദയം കൊണ്ടൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, ഈ കാര്യങ്ങൾ രക്ഷാ നിർണയത്തിന് അനിവാര്യമാണ് ദൈവമക്കളെ. ക്രിസ്ത്യാനിയുടെ മകനായി ജനിക്കുന്നവനെല്ലാം ഓട്ടോമാറ്റിക്കലി ക്രിസ്ത്യാനിയായിരിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ മക്കളെ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി ചില സഭകൾ കൊണ്ടുപോയി മാമോദീസ കൊടുത്ത് അതാത് സഭകളോട് ചേർക്കും. അങ്ങനെ ഓരോരോ സഭയുടെ ക്രമീകരണങ്ങൾ അനുസരിച്ച് ആ കാര്യങ്ങൾ നടക്കുന്നു. എന്നാൽ ഹൃദയം കൊണ്ട് ഏറ്റുപറയുക എന്നുള്ളത് വ്യക്തിപരമായ കാര്യമാണ്. യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കണം, ഹൃദയത്തിൽ പേറണം. ഈ വാ കൊണ്ട് ഏറ്റുപറയാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ ഏറ്റുപറയണം. ഏറ്റുപറയാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ അവനെ ഏറ്റുപറയണം. ഏറ്റുപറയാൻ നാവ് പൊങ്ങുമെങ്കിൽ യേശുവിനെ ഹൃദയം കൊണ്ട് ഏറ്റുപറയണം. വാ കൊണ്ട് ഏറ്റുപറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ദൈവമക്കളെ, അത് ഒഴിവാക്കാൻ കഴിയുന്നതല്ല. ഹൃദയപൂർവമായ ആ ഏറ്റുപറച്ചിൽ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോയിരിക്കുന്നുവെങ്കിൽ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവന് വാ കൊണ്ട് ഏറ്റുപറയാൻ മറക്കരുത്, മടിക്കരുത്, താമസിപ്പിക്കരുത്. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അതിന് പറയുന്ന പേരാണ് രക്ഷണ്യ വിശ്വാസം. എന്റെ ടോപ്പിക്കല്ല, ഞാൻ അത് വിട്ടുപോരട്ടെ. ഏതായിരുന്നാലും അവൻ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞു. യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന്, മരിച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞു. ഞാനൊക്കെ നേരത്തെ ഹൗസ് വിസിറ്റിങ്ങിനൊക്കെ പോണ സമയത്ത് നമ്മൾ പറഞ്ഞ ഏറ്റവും അവസാനം അവരോട് സംസാരിച്ച് സമർപ്പണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരോട് പറയും, ഈ വിശ്വാസത്തെ ഏറ്റുപറയാൻ സാധിക്കുമോ? കർത്താവ് നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് അംഗീകരിച്ച് അത് വാ കൊണ്ട് ഏറ്റുപറയാനായിട്ട് കഴിയുമോ എന്ന് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ ചോദിക്കുമ്പോൾ ചിലർ പറയും സാധിക്കില്ല, ചിലർ പറയും ഞാൻ ചെയ്യാം സാർ, കൈതരും തറയിൽ മുട്ടുകുത്തും. ദൈവമക്കളെ, ഈ ഷണ്ണൻ ഫിലിപ്പോസ് വിശദീകരിച്ചു കൊടുത്തപ്പോൾ യേശു നല്ലവനാണെന്ന് മനസ്സിലായി. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. അവൻ ഏറ്റുപറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അഞ്ചാമത്തെ കാര്യം, അപ്പൊ അതിന്റെ ഏറ്റുപറച്ചിൽ 8:37 വാക്യം. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. പൂർണ്ണ ഹൃദയത്തോടെ ആ വിശ്വാസം അവൻ ഏറ്റുപറഞ്ഞു. എന്തായിരുന്നു വിശ്വാസം? യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും അവൻ അടക്കപ്പെട്ടു എന്നും ഉയർത്തെഴുന്നേറ്റു എന്നും അവൻ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞു. അഞ്ചാമത്തെ കാര്യം, അവന്റെ രഥത്തിൽ യാത്ര ചെയ്ത കൂട്ടുകാരൻ. ഫിലിപ്പോസ് സുവിശേഷം പറയുന്നു വിചാരിച്ചല്ല ഫിലിപ്പോസിനെ വാഹനത്തിൽ കയറ്റിയത്. അവന്റെ യാത്രയിൽ അവനോടൊപ്പം യാത്ര ചെയ്ത് സഹയാത്രികനായി ഫിലിപ്പോസിനെ രഥത്തിൽ കയറ്റിയപ്പോഴാണ് ഫിലിപ്പോസ് കാണുന്നത്, അവൻ തിരുവെഴുത്ത് വായിക്കുന്നത്. ഒരു കൂട്ടുകാരനെ കണ്ടുപിടിച്ചു. ഷണ്ണൻ ഒരു കൂട്ടുകാരനെ കണ്ടുപിടിച്ചു.
അവന്റെ രഥത്തിലെ കൂട്ടുകാരൻ, അവന്റെ യാത്രയിലെ കൂട്ടുകാരൻ, അവൻ ആഗ്രഹിച്ച വചനം പങ്കുവെക്കാൻ പറ്റിയ ഒരു കൂട്ടുകാരൻ. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ യോഗ്യമായൊരു നല്ല കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ ദൈവികമായ വിഷയങ്ങൾ പങ്കുവെക്കും. ഇന്ന് സാധാരണയായി കാണുന്ന കാര്യം, വാഹനത്തിൽ കയറിയാൽ പലപ്പോഴും 5 പേരിരിപ്പുണ്ടെങ്കിൽ 5 പേരും ഇരുന്ന് 6ാമത്തെ ആളുടെ കുറ്റം പറയും. ആ 5 പേരും വാഹനത്തിലുണ്ട്. പുറമെയുള്ള വാഹനത്തിൽ യാത്ര ചെയ്യാത്ത ഒരാളുടെ കുറ്റം പറയും. ഇതാണ് പലപ്പോഴും നമ്മുടെ വാഹനയാത്രയിൽ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഒരു വാഹനത്തിൽ 4 or 5 പേര് യാത്ര ചെയ്താൽ 6ാമത്തെ ആളെ സംബന്ധിച്ച്, പുറമെയുള്ള ആളെ സംബന്ധിച്ച് കുറ്റം പറയുന്നവരായിരിക്കും. 6ാമത്തെ ആളെ കുറിച്ച് നമ്മൾ വെറുതെ വിടില്ല. 6ാമത്തെ ആളെ. അതുകൊണ്ട് നമ്മുടെ യാത്രയിലൊന്നും കൂട്ടുകാരനായിട്ട് കർത്താവിന് വരാൻ പറ്റില്ല. കർത്താവ് നമ്മളുടെ സഹയാത്രികനാകില്ല. നമ്മൾ ആരെയും വിധിക്കുന്നത് അവന് ഇഷ്ടമല്ല. നമ്മൾ ആരുടെയും കുറ്റം പറയുന്നത് കർത്താവിന് ഇഷ്ടമല്ല. നമ്മൾ ആരുടെയും നുണയും നൊണ്ണാച്ചിയും പറയുന്നത് കർത്താവിന് ഇഷ്ടമല്ല. ഈ കർത്താവിന് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മുടെ രഥത്തിനകത്ത്, നമ്മുടെ വാഹനത്തിനകത്ത് തുടർന്നാൽ കർത്താവ് എങ്ങനെ നമ്മുടെ വാഹനത്തിൽ ഉണ്ടാകും? ദൈവമക്കളാണ് വാഹനത്തിലുള്ളതെങ്കിൽ പരസ്പരം പ്രാർത്ഥിച്ചോ, ദൈവവചനം കേട്ടോ, ദൈവവചനത്തിലെ സംശയങ്ങൾ പങ്കുവെച്ചോ മുൻപോട്ട് പോകുന്നതാണ് പലപ്പോഴും യാത്രയിൽ സുഖം. ദീർഘദൂര യാത്രകൾ നടത്തുമ്പോൾ എപ്പോഴും അങ്ങനെ എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ യാത്രയിൽ എപ്പോഴും വചനം പറഞ്ഞില്ലെങ്കിലും, എപ്പോഴും വചനം ചിന്തിച്ചില്ലെങ്കിലും ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാലോ. ഞാൻ ആരുടെയും കുറ്റം ഞാൻ പറയില്ല. സന്നിഹിതനല്ലാത്ത, ഇല്ലാത്ത ഒരാളുടെ കുറ്റം ഞാൻ വെച്ച് വിളമ്പില്ല. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണല്ലോ. അതിനകത്ത് വേദപുസ്തകം അറിയാവുന്നവരുണ്ടെങ്കിൽ തമ്മിൽ ഏതെങ്കിലും ഒരു ഭാഗം ചർച്ച ചെയ്യാമല്ലോ. എന്തെങ്കിലും സംശയം, ഞാൻ ചിലപ്പോൾ ദീർഘയാത്രയിൽ ഞാൻ ചോദിക്കും, എന്തെങ്കിലും വേദപുസ്തക സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ പറയും. പക്ഷെ അത് പറയുമ്പോൾ അപ്പൊ തന്നെ വണ്ടിക്കകത്ത് ഭയങ്കര നിശബ്ദതയാണ്. പിന്നെ ആർക്കും ഒരു സംശയമില്ല. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് മിണ്ടാണ്ടിരിക്കും കുറച്ച് നേരം. പിന്നെ ഞാൻ പറഞ്ഞത്, നമ്മളുടെ സഹയാത്രികനായി നമ്മുടെ കർത്താവ് ഉണ്ടെങ്കിൽ അവൻ നമുക്ക് ചില കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും. എനിക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ദീർഘദൂരമൊക്കെ വണ്ടി ഓടിച്ച് ഞാൻ പോകും. ഇവിടുന്ന് ബാംഗ്ലൂര്, മംഗലാപുരം, അത്തിയാടി, മത്തിയോടി, ഇതൊക്കെ കർണാടക സ്റ്റേറ്റ്, ഹസൻ, മൈസൂർ. പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് തന്നെ പോകുമ്പോഴുള്ള സൗകര്യം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഞാൻ പാട്ട് പാടും. ഒരു മനുഷ്യനും കേൾക്കൂല. പക്ഷെ എനിക്ക് തന്നെ പാടാം. എനിക്ക് തന്നെ സ്വന്തം പാട്ടുണ്ടാക്കി പാടാം. സ്വന്തമായിട്ട് പാട്ടുണ്ടാക്കി പാടാം. പാട്ടിന്റെ ലിറിക്സ് നമ്മുടെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയാലോ. അതിന് നമ്മൾ ഉണ്ടാക്കുന്ന ട്യൂൺ, പ്രസംഗം പറയാം, വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. കർത്താവിനോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും പ്രസംഗങ്ങൾ കേൾക്കാം, പാട്ട് കേൾക്കാം, ധ്യാനിച്ചിരിക്കാം. ഇതെല്ലാം വളരെ സൗകര്യപ്രദമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ. നമ്മുടെ സഹയാത്രികനായി കർത്താവ് ഉണ്ടാകും. ഷണ്ണന്റെ വണ്ടിയിൽ ഫിലിപ്പോസിനെ കയറ്റിയത് ഭാഗ്യമായി പോയി. അതുകൊണ്ട് അവന് യേശുവിനെ രക്ഷകനായിട്ട് കിട്ടി. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ വാഹനം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് പ്രയോജനപ്പെടുന്നത് നമ്മുടെ വാഹനത്തിൽ ദൈവമക്കൾ അതിൽ യാത്ര ചെയ്യുമ്പോഴാണ്. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കി തീർക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോ അടുത്തത് അവന്റെ രഥത്തിലെ കൂട്ടുകാരൻ, കർത്താവിനെ അറിയുന്ന ഒരു കൂട്ടുകാരൻ.
കർത്താവിന്റെ നറുമണം പരത്തുന്ന ഒരു കൂട്ടുകാരനായിരുന്നു അവന്റെ സ്നേഹിതൻ. നമ്മൾ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചതാണല്ലോ. 4:13. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. അപ്പൊ ഇവരുടെ ഭാവവും മട്ടും പോക്കും എല്ലാം കണ്ടപ്പോ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇവർ യേശുവിന്റെ കൂടെയുള്ളവരാണ്. യേശുവിന്റെ കൂടെയുള്ള യാത്രയ്ക്ക് യേശുവിനോടൊപ്പം നടക്കുന്നവരെ കണ്ടാൽ തിരിച്ചറിയാം. പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ വസ്ത്രധാരണത്തിലോ ഒക്കെയായി നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. 6-ാമത്തെ കാര്യം, അവൻ എന്ത് ചെയ്തു? സ്നാനത്താൽ ക്രിസ്തുവിനോട് ഒന്നായി തീർന്നു. 8-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ അവൻ തേര് നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അങ്ങനെ ഷണ്ണൻ അവന്റെ ജീവിതത്തിൽ ആദ്യമായി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ആദ്യമായി അവൻ അംഗീകരിച്ച സത്യത്തെ അവൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. നമുക്കറിയാം, റോമാലേഖനം 6-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സ്നാനത്താൽ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെടുന്നു. എന്തിനാണ് സ്നാനം? എന്തിനാണ് സ്നാനം എന്നുള്ളതിന് ഞാൻ പലപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് പഠിപ്പിക്കാറുണ്ട്. വാക്ക് ഇങ്ങനെയാണ്: അപചേതൗസ. 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 എന്താണ് ഈ അപചേതൗസ? കർത്താവിനോടുകൂടി അടക്കപ്പെടാൻ, കർത്താവിന്റെ മരണത്തിൽ പങ്കാളിയാകാൻ. പങ്കാളി എന്നുള്ളതിന്റെ കർത്താവിനോട് ചേരാൻ. കർത്താവിനെ ധരിപ്പാൻ. കർത്താവിനെ ധരിപ്പാൻ. അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളിയാകാൻ. സഭയോട് ചേരാൻ. ഇനിയുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ ഇത് നമ്മുടെ ഒരു പൊടിക്കയ്യാണ്. അപചേത ഉസ. എന്തിനാണ് സ്നാനം എന്ന് ചോദിച്ചാൽ, കർത്താവിനോടുകൂടെ അടക്കപ്പെടാൻ, കർത്താവിന്റെ മരണത്തിൽ പങ്കാളിയാകാൻ, കർത്താവിനെ ധരിപ്പാൻ, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളിയാകാൻ, സഭയോട് ചേരാൻ. ഇങ്ങനെ അതിന്റെ റഫറൻസ് വളരെ സിമ്പിളാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ 5 കാര്യങ്ങളുടെ കിട്ടും. മറ്റൊന്ന് ഗലാത്യ ലേഖനം 3:27 വായിക്കുമ്പോൾ അതും കിട്ടും, അവനെ ധരിപ്പാൻ. മറ്റൊന്ന് സഭയോട് ചേരാൻ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ പറഞ്ഞതാണ്. മറ്റേ ഇവിടെ അപ്പോസ്തലപ്രവൃത്തികൾ 2:47 വാക്യം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അങ്ങനെ അപ്പോ സഭയോട് ചേരാൻ, കർത്താവിനെ ധരിപ്പാൻ, ബാക്കിയുള്ളതെല്ലാം റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ
1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചാൽ നിങ്ങൾക്കത് ലഭ്യമാണ്. അപ്പൊ എന്തിനാണ്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്നാനം. കർത്താവിനോട് ചേരുക, അതിനാണ് സ്നാനം. ആ കാര്യം ഷണ്ണനെ ഫിലിപ്പോസ് ബോധ്യപ്പെടുത്തി. അങ്ങനെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് വെള്ളം കണ്ടു, ഇറങ്ങി. ഇരുവരും വെള്ളത്തിലിറങ്ങി ഷണ്ണനെ സ്നാനപ്പെടുത്തി. അങ്ങനെ ഷണ്ണൻ ആ യാത്ര അവന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത യാത്രയായി. ഷണ്ണൻ കർത്താവിനോട് ചേർന്നു. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കും ദൈവമക്കളെ, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയാമോ? യേശുവിനോട് ചേരാൻ സാധിക്കുന്നതാണ്. കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ഉന്നതമായ, ഏറ്റവും മനോഹരവും ഉന്നതവുമായ കാര്യം. പക്ഷേ കർത്താവിനോട് ചേരാൻ സ്നാനമേറ്റു എന്നുള്ളത് കൊണ്ട് എല്ലാം ആയെന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. സ്നാനമേറ്റു, എന്റെ കാര്യമൊക്കെ, ഇനി എനിക്ക് സ്വർഗം ഉറപ്പ്. വേണ്ട 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 വേണ്ട. സ്നാനമേറ്റു എന്നുള്ളത് കൊണ്ട് സ്വർഗം കിട്ടിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏറ്റ സ്നാനത്തിനൊത്തവണ്ണം വിശുദ്ധിയോടെ ജീവിച്ചില്ലെങ്കിൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. സ്നാനമേറ്റാൽ പോരാ, സ്നാനം സ്വീകരിച്ചവർ, സഭയോട് ചേർന്നവർ, സഭാ മക്കൾ വിശുദ്ധ ഗണമായിരിക്കണം, വിശുദ്ധരായിരിക്കണം. അശുദ്ധിയുള്ളവർക്ക് ദൈവരാജ്യ പ്രവേശനം അസാധ്യമാണ്, അസാധ്യമാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടിരിക്കും, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ എൻ്റെ കാലൊടിഞ്ഞ് ഞാൻ 45 ദിവസം ഇവിടെ ഇരിപ്പായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങി. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ദുബായിക്ക് പോകാനായിട്ട് ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. അവസാനം മെറ്റൽ ഡിറ്റക്ടർ വഴി അകത്തേക്ക് കയറി പോണമല്ലോ. അവിടെ ചെന്നപ്പോൾ എന്നെ അവർ പിടികൂടി. എൻ്റെ കാലിലേക്ക് ആ മിഷൻ കൊണ്ടുവരുമ്പോ, ആ സ്കാനർ കൊണ്ടുവരുമ്പോ മണിയടി കൊണ്ടുപിടിക്കും. എന്നെ കൊണ്ട് ഷൂസ് മാറ്റിച്ചു, എന്നെ കൊണ്ട് സോക്സ് മാറ്റിച്ചു. ഇതെല്ലാം മാറ്റിച്ചിട്ടും കാലിലെ മണിയടി തീർന്നില്ല. അപ്പൊ ആ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, ഇയാളുടെ കാലിൽ എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോഴേ ഞാനും ആ കാര്യം ഓർത്ത്. എൻ്റെ കാലൊടിഞ്ഞിട്ട് അതിനകത്ത് ഒരു 3 പ്ലേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ കാലൊടിഞ്ഞ് പ്ലേറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എൻ്റെ നേരെ ചിരിച്ചുകൊണ്ടാട്ടോ എൻ്റെ നേരെ നാക്ക് കടിച്ച് കാണിച്ചു. നേരത്തെ പറയാറുന്നില്ല എന്നാ ചോദിച്ചതിന്റെ അർത്ഥം. ദൈവമക്കളെ, ആ സാധനം ഇരുന്നാൽ മണിയടിക്കും. മണിയടിച്ചാൽ പിന്നെ അകത്തേക്ക് കയറാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. സ്നാനപ്പെട്ടാലും എന്തെല്ലാം പുണ്യപ്രവൃത്തികൾ ചെയ്താലും, മിഷണറിമാരെ സ്പോൺസർ ചെയ്താലും, കുരിശിൻ തൊട്ടി പണിതാലും, പള്ളി പണിതാലും, EG മോഫിലേക്ക് പള്ളി പണിതു കൊടുത്താലും, പിന്നെ സാധുക്കളായ പിള്ളേരെ സ്പോൺസർ ചെയ്താലും, എൻ്റെ പൊന്നു കൂടപ്പിറപ്പേ, മണിയിടി കേട്ടാൽ പോക്ക് കിടക്കൂല, മണിയിടി കേട്ടാൽ വാതിൽ കിടക്കൂല. അതുകൊണ്ട് ഒരു കാര്യം വളരെ കൃത്യമാണ്. കർത്താവിന് അറിയേണ്ടത് നീ ഏത് സഭയിലെ ആളാണെന്നോ, ഏത് ഗോത്രത്തിൽപ്പെട്ടതാണെന്നോ, നിറം ഏതാണെന്നോ, ഏത് വർണ്ണമാണെന്നോ ഒന്നുമല്ല. ആ വാതിക്ക് ചെല്ലുമ്പോ നീ എന്ന് കേൾക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അത് കേട്ടാ അങ്ങ് മാറിയിക്കാൻ പറയും. ഇത്രേ കാര്യമുള്ളൂ. വളരെ ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് ഞാൻ ആ സുവിശേഷം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വിശുദ്ധനായി ജീവിക്കണം, അഴുക്കില്ലാതെ ജീവിക്കണം. മരിക്കുമ്പോ ഒരു വിശുദ്ധനായി ജീവിച്ച് മരിക്കണം. എന്നാണ് ആ ദിവസം അറിയാമായിരുന്നെങ്കിൽ, ഓ എൻ്റെ ദൈവമേ, എന്നാണ് മരിക്കുന്നതെന്ന് ഒരല്പമെങ്കിലും അറിയാമായിരുന്നെങ്കിൽ, ആ ദിവസമാകുമ്പോഴേക്കും
കുളിച്ച് റെഡിയായി. ഇനി ആരോടും ഒരു പാവവും ചെയ്യാതെ, ഒരു ദോഷവും ചെയ്യാതെ യാക്കോബ് കിടന്ന പോലെ കട്ടിലേ കയറി കിടന്ന് കാലും കൈ നീട്ടി, ആയിക്കോട്ടെ 11:50 ഇപ്പൊ ഞാൻ പോകുമെന്ന് പറഞ്ഞ് പോകാമായിരുന്നു. എന്ത് ചെയ്യാനാ? കർത്താവ് അത് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അവൻ എപ്പോ വരൂന്നും പറഞ്ഞിട്ടില്ല, എപ്പോൾ മരിക്കുമെന്നും പറഞ്ഞിട്ടില്ല. എന്റെ അർത്ഥം ഏത് സമയത്തും ഒരുങ്ങിയിരിക്കണം. സമയത്തും അസമയത്തും നമ്മൾ ഒരുങ്ങിയിരിക്കണം. അടുത്ത 7ാമത്തെ കാര്യം, ഇതിന്റെ വാക്യം ഇതാണ്: സ്നാനത്തിൽ ക്രിസ്തുവിനോട് കൂടി ഒന്നായി തീർന്നു. 8:38. കൊലോസ്യ ലേഖനം 2:12 വാക്യവും കൂടി. അവന്റെ മരണം, അവന്റെ സംസ്കാരം, അവന്റെ പുനരുത്ഥാനം, ഇവയോട് ഏകീഭവിക്കുന്നതാണ് സ്നാനം. 7ാമത്തെ കാര്യം, അവന്റെ ആത്മാവിലുള്ള സന്തോഷം. 8:39 വാക്യം. ഇരുവരും, ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അവൻ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല, അവൻ സന്തോഷിച്ചു. ഞാൻ അവിടെ ആ ഭാഗം ചിന്തിച്ചപ്പോഴേ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചതുണ്ടല്ലോ, അവൻ സന്തോഷിച്ചു എന്നുള്ള കാര്യത്തിൽ. ആരാണ് സന്തോഷിച്ചത്? ഷണ്ണൻ സന്തോഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസ് കയറിയിരുന്നപ്പോഴുള്ള അവസ്ഥയല്ല ഫിലിപ്പോസ് അവിടെ നിന്ന് മാറുമ്പോഴുള്ള അവസ്ഥ. ഇന്ന് ഷണ്ണന്റെ ഉള്ളിൽ വലിയ സന്തോഷമാണ്. എന്തിന്റെ സന്തോഷമാണ്? യേശുവിനെ ഉള്ളിൽ കിട്ടിയതിന്റെ ആനന്ദമാണ്. അതിന് നമ്മളൊരു പേരിടും, ആത്മസന്തോഷം. ആത്മാവിലുള്ള സന്തോഷം, ആത്മസന്തോഷം. അത് അവനെ അങ്ങ് രമിപ്പിച്ചു. ഫിലിപ്പോസിനെ എടുത്ത കാര്യം ഞാൻ പിന്നാലെ പറയാം. ഇവിടെ നിങ്ങൾ ഓർക്കുക, ഫിലിപ്പോസ് എടുത്തുകൊള്ളപ്പെട്ടപ്പോൾ ഷണ്ണന്റെ ഉള്ളിൽ അത്യധികമായ സന്തോഷം. ഫിലിപ്പോസിനെ എടുത്തല്ലോ എന്നുള്ള സന്തോഷമല്ല, പിന്നെ ഫിലിപ്പോസിനെ കണ്ടില്ല. ശരിക്കും നിങ്ങൾ ഈ സമയത്ത് ഷണ്ണന്റെ മുഖത്തേക്കൊന്ന് നോക്കി, അവൻ ആകെ അന്തം വിട്ടിട്ടുണ്ടാവും. ഇതെന്താ ഇത്? വഴിയാത്രയിൽ വെച്ച ഒരാൾ വണ്ടി കയറി എന്നോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ആ മനുഷ്യൻ പറഞ്ഞു തന്നല്ല എനിക്ക് മനസ്സിലായി. അവസാനം ഞാൻ വെള്ളത്തിലിറങ്ങി, ഞാൻ സ്നാനപ്പെട്ടു തിരിച്ച് വണ്ടി കയറിയപ്പോ സ്നാനം തന്നേ ആളില്ല. കണ്ണനായി ആശ്ചര്യ പരിതന്ത്രനായി, അവൻ ആശ്ചര്യചിത്തനായി. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഫിലിപ്പോസിനെ ആരാണ് അവിടെ എത്തിച്ചത്? ദൈവത്തിന്റെ ആത്മാവാണ്. ഒരു ശുശ്രൂഷ കഴിഞ്ഞാൽ ദൈവാത്മാവ് നയിക്കുന്നവനെ ദൈവാത്മാവ് ഉപയോഗിക്കും. പിന്നെയും ഈ ചെറിയ വർത്തമാനം പറഞ്ഞ് ഷണ്ണന്റെ കൂടെ ഇരുന്ന് ഇനി അതിന്റെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ ഞാൻ ഈ ശബ്ദം കേൾപ്പിക്കണേ? ഇനി അതിന്റെ എന്തെങ്കിലും ഒരു കൈമുത്തോ, അതിന്റെ എന്തെങ്കിലും വീറും വാശിയോ, ഇനി അതിന്റെ എന്തെങ്കിലും ഒരു സംഭാവനയോ, അതിനൊന്നിനും വേണ്ടിയിട്ട് അവൻ നിന്നില്ല. അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, അതെന്നാന്നറിയാമോ? ഇനി ഈ കൂട്ട് ഷണ്ണന്റെ കൂടെ ഇനി മുൻപോട്ട് പോകേണ്ട കാര്യം ഇല്ല. അവന് ലഭിക്കേണ്ട ആത്മാവിനെ അവന്റെ ഉള്ളിൽ ആക്കി. ആത്മാവിനെ അവന് ലഭിച്ചു. ഫിലിപ്പോസിനെ ദൈവാത്മാവ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് എന്തുകൊണ്ടായിരിക്കാം? നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരുപക്ഷെ ഷണ്ണന്റെ ക്ഷണം സ്വീകരിച്ച് അവൻ എത്യോപ്യയിലേക്ക്, വണ്ടി ഫ്രീ ആണല്ലോ, ഇതിനു മുമ്പ് ഒരാളെ നമുക്കറിയാലോ, വണ്ടി ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ, തയ്യാറായി കിടക്കുന്ന വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ആ വഴിക്ക് പോകും. ഫിലിപ്പോസ് ഇനി ഷണ്ണന്റെ കൂടെ, ഇതൊക്കെ ദൈവത്തിന്റെ ഒരുക്കമാണെന്ന് അവൻ ചിന്തിച്ചില്ല. ഈ രഥത്തിനകത്ത് ഇനി അങ്ങനെ യാത്ര ചെയ്ത് ഇനി മുൻപോട്ട് പോയാൽ ഈ രഥം എവിടെ ചെല്ലും? എത്യോപ്യയിൽ ചെല്ലും. ദൈവം ഫിലിപ്പോസിനെ എത്യോപ്യക്ക് അയക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. എത്യോപ്യയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഫിലിപ്പോസിനെ ദൈവാത്മാവ് എടുത്തു.
പിന്നീട് നാം ഫിലിപ്പോസിനെ കാണുന്നത് അസ്തോദിലാണ്. ഗസയ്ക്ക് 33 കിലോമീറ്റർ വടക്കുള്ള അസ്തോദിലാണ് നമ്മൾ പിന്നീട് ഫിലിപ്പോസിനെ കാണുന്നത്. ഈ അസ്തോദ് എന്ന് പറയുന്നത് പുരാതന പലസ്തീന്റെ ക്യാപിറ്റലാണ്, അതിന്റെ തലസ്ഥാനമാണ്. അസ്തോദിൽ അവൻ ചെന്നിട്ട് ധാരാളം പട്ടണങ്ങളിൽ അവൻ സുവിശേഷം അറിയിച്ചു. അവൻ അവിടെ നിന്ന് 6 മൈൽ അകലെയുള്ള കൈസരിയിലെത്തി. 20 വർഷത്തിന് ശേഷം നമ്മൾ പിന്നീട് കാണുന്നത് കൈസരിയിലാണ് ഫിലിപ്പോസിനെ കാണുന്നത്. 21:8 വാക്യം വായിക്കുമ്പോൾ കാണാം. ദൈവമക്കളെ, ഫിലിപ്പോസിനെ ദൈവം കൊണ്ടു നടന്നു, ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് നമ്മൾ ചിന്തിച്ചത് എല്ലാം ഷണ്ണനെ സംബന്ധിച്ചാണ്. ഫിലിപ്പോസിനെ കുറിച്ച് ഒരു 7 കാര്യമുണ്ട്. ഞാനത് പിന്നാലെ നിങ്ങളോട് പറയാം. ഇന്ന് നമ്മുടെ മുൻപിൽ സമയമില്ലല്ലോ. അപ്പോ ഷണ്ണൻ കംദക്ക എന്ന രാജ്ഞിയുടെ കൊട്ടാരത്തിലെ ഒരു മന്ത്രി, അവന് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്. പക്ഷെ അവന്റെ കയ്യിൽ ഒരു ന്യായപ്രമാണ പുസ്തകമുണ്ട്. സാധാരണ ആരും വായിക്കാൻ ഇഷ്ടപ്പെടാത്ത എന്ന് പറയാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവൻ എടുത്തു. ഒരുപക്ഷെ അവൻ ക്രമമായിട്ട് വായിക്കുന്നതായിരിക്കാം. അവൻ വായിക്കുമ്പോൾ ഈ വാക്യത്തിന്റെ മുൻപിൽ അവനങ്ങനെ നിന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദാ വരുന്നു അതിന്റെ മറുപടി. ആരാണത്? നമുക്ക് വേണ്ടി ഒരു ഊനമില്ലാത്ത കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ അറുക്കപ്പെട്ട കുഞ്ഞാട് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി നമ്മുടെ പാപങ്ങൾക്കായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചു. യഹൂദന്മാർ അവനെ കരുണയില്ലാതെ കൊന്നുകളഞ്ഞു. ശരീരം മുഴുവൻ അടിച്ചു കീറി തകർത്ത് കളഞ്ഞു. ഈ സുവിശേഷം, ക്രൂശില്ലാത്ത പ്രസംഗം, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതാണ്, ക്രൂശില്ലാത്ത പ്രസംഗം വ്യർത്ഥമാണ്. ദൈവമക്കളെ, യേശു ഉണ്ടാകട്ടെ നമ്മുടെ ചിന്തയിൽ, നമ്മുടെ യാത്രയിൽ വചനമുണ്ടാകട്ടെ. ദൈവവചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. നിങ്ങളുടെ പുസ്തകം വാങ്ങിച്ചാൽ 6 മാസത്തിന്റെ ഉള്ളിൽ ആ വേദപുസ്തകം, വാങ്ങിയ പുസ്തകം നന്നായിട്ട് ഉപയോഗിച്ചോളണം. അതിന്റെ പേജുകളൊക്കെ മറിക്കണം, എല്ലാ പേജും മറിക്കണം. എൻ്റെ പുസ്തകം നിങ്ങളെടുത്ത് സമയം കിട്ടുമ്പോൾ മറച്ചു നോക്കിയാൽ കാണാം, ഒരൊറ്റ പേജിൽ പോലും എൻ്റെ പേന ചെല്ലാത്ത ഒരൊറ്റ പേജില്ല. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അത് താഴെ വയ്ക്കാൻ പറ്റില്ല. കൊതിയുണ്ടെങ്കിൽ അവൻ നമുക്കെല്ലാം വെളിപ്പെടുത്തി തരും. നമ്മൾ ഈ സൂത്രം പറഞ്ഞ് അന്യോന്യം പറ്റിക്കാൻ പറ്റും, തമ്പുരാനെ പറ്റിക്കാൻ നോക്കരുത്. വയ്യെങ്കിലേ വയ്യാന്ന് പറയാവൂ. സാധിക്കുമെങ്കിൽ അവന് വേണ്ടി നിൽക്കണം. യോഗത്തിന് പോണ കാര്യം പറയുമ്പോൾ നടുവേദന, ഉരുണ്ടുകയറ്റം ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. എന്നാൽ രാത്രി അങ്ങേ വീട്ടിൽ അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു നോക്കി, സന്ധ്യക്ക് 6:30 അവിടെ പ്രസന്റ് ആയിരിക്കും. ഉള്ള കൗണ്ടറെല്ലാം കയറി ഇറങ്ങും. രാത്രി 10 മണിയാകുമ്പോൾ തിരിച്ചു വരും. ഒരു കുഴപ്പമില്ല. തമ്പുരാനെ കളിപ്പിക്കരുത്. ഭയത്തോടെ ഈ പ്രവാസകാലം കഴിക്കണം. എനിക്ക് ഇരിപ്പാൻ, കേൾപ്പാൻ, വായിക്കാൻ, ചിന്തിപ്പാൻ ദൈവം തന്നിട്ടുള്ള സകല പ്രാപ്തികളും അവന്റെ മുമ്പിൽ കൊടുക്കണം. നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നിങ്ങൾ ഈ വചനത്തോടുള്ള ഉത്സ്നേഹമുള്ളവരാണ്. അടുത്ത പ്രാവശ്യം നമ്മുടെ ക്ലാസ്സിന് വരുമ്പോൾ ഈ വചനം കേൾക്കാൻ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയണം. ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റിയാണ്. അപ്പൊ നമ്മളുടെ പ്രഭാത മീറ്റിങ്ങിൽ ഒത്തിരി പേര് കയറി വരാൻ കാരണം നിങ്ങൾ നാവ് കൊണ്ട് അതൊരു ശുശ്രൂഷയാണ്.
അതൊരു ശുശ്രൂഷയാണ്. എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല, പഠിപ്പിക്കുന്നത് കേൾക്കാൻ അവർക്ക് കഴിയുമല്ലോ. ഒരുപക്ഷെ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് യേശുവിനെ അറിയാൻ സാധിച്ചാൽ. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം.